എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ ഒരു മോള് റെഡി ടു വെയർ സാരിയൊക്കെ വെയർ ചെയ്ത് നിൽക്കുന്നുണ്ടോ. ഈ ഇട്ടിരിക്കുന്ന ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. ഇത് പാർട്ടി വെയർ ബ്ലൗസാണ്. അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, കട്ടിങ് വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ബ്ലൗസ് പീസ് തുണിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ് വരുന്നത്, ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസായിട്ട് വരും. അപ്പോൾ റൗണ്ട് കഴുത്താണ്, പിന്നെ സ്ലീവ്ലെസ് ആണ്. ഇത് ബാക്ക് പീസ്, ബാക്കിലേക്ക് ഇച്ചിരി നന്നായിട്ട് കഴുത്ത് ഇറക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിലൊരു കെട്ടുകൂടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലൈനിങ്ങും ബ്ലൗസ് പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് ലൈനിങ് ആദ്യം താഴെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൗസ് ഓണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസ് ഓണിയുടെ ചീത്തവശമാണ് തിരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ആ കഴുത്തൊന്ന് റൗണ്ടിൽ തയ്ക്കും. റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈക്കുഴിയും കൂടെ ഈ ലൈനിങ്ങിൽ വെച്ച് തന്നെ നമ്മളിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുകയാണേ. നമ്മൾ ഈ ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ലൈനിങ് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ തുണിയുടെ അളവിൽ ഇങ്ങനെ ഒരു സ്ക്വയറായിട്ട് തുണി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ആ ഒരു തുണിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കഴുത്തും തയ്ച്ച് കൈക്കുഴിയും തയ്ച്ചെടുത്തിട്ട് തിരിച്ചെടുക്കും കേട്ടോ. നമ്മൾ ലൈനിങ്ങിൽ വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചെടുത്ത് അതിനുശേഷം ഇതാ നല്ല വശത്തൂടെ കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും ഒന്ന് പതിച്ച് തയ്ക്കണം മേളിൽ കൂടെ തന്നെ. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നീളത്തിലൊരു പടി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വീതിയിൽ ആ ബ്ലൗസിൻ്റെ ബാക്കിലെ നീളത്തിനനുസരിച്ച് നമ്മളിത് ഒരു തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നല്ല വശത്ത് വെച്ച് നീളത്തിൽ തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് അതൊന്ന് മടക്കി തയ്ച്ച് വയ്ക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ബാക്കിൽ വരുന്ന പീസാണ്. അപ്പോൾ അത് ബാക്ക് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലൈനിങ്ങിൽ വെച്ച് തന്നെ ആ കഴുത്തും കൈക്കുഴിയും തയ്ച്ചെടുക്കണം. രണ്ട് പീസുണ്ട്, നമുക്ക് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ ഉണ്ട്.
ഈ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് നീളത്തിലൊരു പടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പീസിന് നമ്മൾ എങ്ങനെയാണോ ഒരു പടി വെച്ച് കൊടുത്തത് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൽ 2 പീസിൽ ഒരുപോലെ തന്നെ നീളത്തിലുള്ള തുണി പടി വെച്ചിട്ട് അകത്തോട്ട് മടക്കി വെച്ച് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ ബാക്കിൽ തയ്ക്കുന്ന കണ്ടല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് വശം ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് കൊളുത്ത് വയ്ക്കാനും വരിയാനുള്ള പടി ഒന്ന് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പിടിപ്പിക്കുന്ന കൊളുത്ത് വരുന്ന ഒരു പടിയാണ് പിടിപ്പിക്കുന്നത്. നമ്മൾ നല്ല വശത്ത് വെച്ച് ഇതുപോലെ നീളത്തിലൊരു തുണി എടുത്ത് വെച്ച് തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് മടക്കി തയ്ക്കുകയാണ് കൊളുത്തിടുന്നത്. പിന്നെ നമ്മൾ വരിയുന്ന ഒരു പടി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത വശത്ത് നീളത്തിലൊരു തുണി എടുത്ത് നേരെ തയ്ച്ചിട്ട് അത് നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് മടക്കി തയ്ച്ച് വെക്കുകയാണ്, ഇച്ചിരി വീതിയൊക്കെ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ കൈക്കുഴിയും കഴുത്തും പിന്നെ ബാക്കിൽ നമ്മൾ പടി പിടിപ്പിച്ച് പിന്നെ കൊളുത്തിടാനും വരിയാനുള്ള പടിയെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ എടുത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 സൈഡിൽ നിന്നും നമുക്ക് കുട്ടികളിൽ എത്രയാണോ വണ്ണം അതൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. താഴത്തെ വണ്ണവും ബോഡി വണ്ണവും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട്. ഇനി ആ കൈക്കുഴിയുടെ അവിടം തൊട്ട് ഇതൊന്ന് ഷേപ്പായിട്ട് താഴോട്ട് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നമ്മളിങ്ങനെ ഷേപ്പായിട്ട് തയ്ക്കുമ്പോൾ ഒരു സ്റ്റിച്ചിങ് മാത്രമല്ല ഇടണ്ട കേട്ടോ, അടുത്തടുത്തായിട്ട് 2-3 സ്റ്റിച്ചിങ് ഇടുക. പിന്നീട് അത് വണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് ആ അടുത്ത സ്റ്റിച്ചിങ് അങ്ങ് പൊട്ടിച്ച് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ 2 സൈഡിലുമായിട്ട് ഒരു 2-3 സ്റ്റിച്ചിങ് അകത്തെ അങ്ങോട്ട് ഇട്ടേക്കണം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ 2 സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിൽ 2 വള്ളിയും കൂടെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ബാക്കിൽ കറക്റ്റ് എവിടെയാണോ വള്ളി വരുന്നത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വള്ളിയും കൂടെ ഒന്ന് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ വള്ളി തയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. വള്ളി തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോസ് പീസിലാണ് വള്ളി കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. എന്നിട്ട് ആ ക്രോസ് പീസ് 2ആയിട്ട് മടക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ക്രോസ് പീസ് തിരിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ സൈഡിലൊരു ചെറിയൊരു കുഞ്ചലം പോലെയും കൂടെ തയ്ച്ചിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വള്ളിക്ക് തയ്യൽ. അപ്പോൾ ഞാൻ ഈ വള്ളി പിടിപ്പിക്കുന്നത് ബ്ലൗസിൻ്റെ എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വള്ളി പിടിപ്പിക്കുന്നത്. നമുക്ക് ഈ വള്ളി ബാക്ക് പീസ് നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ വള്ളി വെച്ച് തയ്ക്കാമായിരുന്നു. ഞാനത് മറന്നുപോയി, അവസാനമാണ് ഓർത്തത്. അപ്പം വള്ളി പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ബ്ലൗസ് എടുത്ത് നോക്കുന്ന സമയത്ത് പുറത്ത് അതിൻ്റെ തയ്യലൊന്നും കാണത്തില്ല. ആ ലൈനിങ്ങിൽ കഴുത്ത് തയ്ച്ച് പോകുന്ന സമയത്ത് തന്നെ ആ മേളിലൊന്ന് ടിക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് വശത്ത് ഞാൻ 2-3 കൊളുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളിലെ പാർട്ടി വെയർ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബാക്കിൽ ഞാൻ കൊളുത്ത് പിടിപ്പിച്ചിട്ടാ 3 കൊളുത്ത് വെച്ചിട്ടുണ്ട് ബാക്ക് വശത്തെ. അപ്പോൾ ഈ ബ്ലൗസ് മോള് മേടിക്കാൻ വന്ന സമയത്ത് ഇട്ട് നോക്കിയ സമയത്ത് നമ്മുടെ റെഡി ടു സാരിയും കൂടി ഒന്ന് വെയർ ചെയ്ത് നിൽക്കുന്ന വീഡിയോയും കൂടെ ഞാനൊന്ന് എടുത്തിട്ട് നല്ല ഭംഗിയില്ലേ. ഇതാ ബാക്കിലെ കഴുത്തൊക്കെ കണ്ട കെട്ടും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ടല്ലേ. അതുപോലെ ഈ മോടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മോടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൗസ് തയ്പ്പിച്ചത്. അതിന് കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ റെഡി ടു വെയർ സാരിയാണത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.